ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരുടെയും പഠനമൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? എൻ്റെ വളരെ നന്നായി തന്നെ പോകുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇന്നത്തെ സ്റ്റഡിയും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങളിത് കാണുന്നത് കറക്റ്റ് 1-ാം തീയതി ആയിരിക്കും. ഞാനിന്ന് 31-ന് എടുക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളത് 1-ാം തീയതി അത് കാണുകയുള്ളൂ. ഓക്കെ, അപ്പോൾ VFAയ്ക്കും ബാക്കിയുള്ള പരീക്ഷകൾക്കും വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ സ്റ്റഡി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മൾ പോകുന്നത്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിച്ചു തുടങ്ങുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഒരു സ്റ്റാർട്ടിങ് എന്തായാലും ഒരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നല്ല രീതിയിൽ പഠിച്ച് തുടങ്ങുക. ഓക്കെ, അപ്പോൾ പലരും ചെയ്യുന്നൊരു കാര്യമാണ് ഈ മോട്ടിവേഷണൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഒരുപാട് ഇരുന്ന് കാണുക ഒരു എക്സാം എടുക്കുന്ന സമയത്തൊക്കെ. അപ്പോൾ അതൊന്നും അത്ര നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമൊക്കെ ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. പക്ഷേ ഇപ്പോൾ എന്നൊക്കെ പറയുമ്പോൾ ഒരു മോട്ടിവേഷണൽ വീഡിയോ എന്നൊക്കെ പറയുന്ന സമയത്ത് പല ഇൻസ്റ്റിറ്റ്യൂഷനെയും സപ്പോർട്ട് ചെയ്യാനായിട്ട് വേണ്ടിയിട്ടുള്ളതാണ്. ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന സമയത്ത് ഞാൻ ഇന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചത് കൊണ്ടാണ് എനിക്ക് ജോലി കിട്ടിയത്, അല്ലെങ്കിൽ ഞാൻ ഇന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ റാങ്ക് ഫയൽ യൂസ് ചെയ്തതുകൊണ്ടാണ് എനിക്ക് ജോലി കിട്ടിയത് എന്നുള്ള രീതിയിലുള്ള ആണ് ഇപ്പോഴത്തെ മോട്ടിവേഷൻ എന്നൊക്കെ പറയുന്നത്. പണ്ടൊക്കെ ആണെങ്കിൽ യഥാർത്ഥമായിട്ട് പഠിച്ചിട്ടുള്ളവരുടെ എക്സ്പീരിയൻസ് കേൾക്കാൻ ഭയങ്കര രസമായിരുന്നു. പക്ഷേ ഇന്ന് അതല്ല അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് മോട്ടിവേഷണൽ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വെറുതെ സമയം കളയണ്ട. പറ്റുന്ന ടൈമിൽ നല്ലൊരു ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ട് പഠിക്കാനായിട്ട് നോക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു ചെറുതായിട്ട് തുടങ്ങാനായിട്ട് പോവുകയാണ്, ചെറുതായിട്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ടൈം ടേബിൾ കേട്ടോ. അപ്പോൾ നിങ്ങളത് കാണുന്നത് 1-ാം തീയതി ആയിരിക്കും. അപ്പോൾ ഞാൻ പക്ഷേ ഇത് 30-ാം തീയതി ഷൂട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എന്ന് പറയുന്നത് അറൈവൽ ഓഫ് യൂറോപ്യൻസും അതുപോലെ തന്നെ പദശുദ്ധി. ഓക്കെ, ഇന്ന് ഇത് രണ്ടെണ്ണം കുറച്ച് നന്നായിട്ട് നോക്കാമെന്ന് വിചാരിക്കുകയാണ്. കാരണം ഇന്ന് ഫുൾ ടൈം ഇരുന്ന് പഠിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ജസ്റ്റ് ഇതൊന്ന് നോക്കാം. ഒരു തുടക്കം ഞാൻ പറഞ്ഞായിരുന്നു, ഞാൻ ഫുള്ളായിട്ട് ഇതിലോട്ട് എൻഗേജ്ഡ് ആയിട്ടില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കണം, മെല്ലെ തുടങ്ങുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇതാണ് കേട്ടോ എക്സാംസ്. ഞാനിനി ഫോക്കസ് ചെയ്യാനായിട്ട് പോകുന്ന പരീക്ഷകൾ ഇത്രയുമാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇതാണ് ഫസ്റ്റ് ഡേ ടൈം ടേബിൾ എന്ന് പറയുന്നത്. ഇതെനിക്ക് എത്രത്തോളം സക്സസ്ഫുള്ളായിട്ട് എനിക്ക് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള കാര്യം എനിക്കറിയില്ല. പക്ഷേ ഞാൻ പറ്റുന്ന അത്രയും ഞാൻ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇടയിൽ ഗ്യാപ്പുകൾ വരാം, വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ബുദ്ധിമുട്ടുകൾ വരാം. എനിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇടയ്ക്ക് ഹെൽത്ത് ഇഷ്യൂസ് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വരാം. പക്ഷേ എന്നാൽ കൂടി ഞാൻ പുറകോട്ടില്ല. ഇനി മെല്ലെ തുടങ്ങാനായിട്ട് പോവുകയാണ്. 1 ഇയർ ടൈമുണ്ട് നമുക്ക്. സോ അതുകൊണ്ട് തന്നെ ഫസ്റ്റത്തെ ടോപ്പിക്കായിട്ട് അറൈവൽ ഓഫ് യൂറോപ്യൻസും അതുപോലെ തന്നെ പദശുദ്ധി മലയാളത്തിൽ എന്തായാലും ഒന്നും പഠിച്ചില്ലെങ്കിൽ കൂടി ഞാൻ മലയാളം, ഇംഗ്ലീഷ്, മാത്സ്, കറണ്ട് അഫയേഴ്സ് ഇത് ഡെയിലി പ്ലാനിൽ ഞാൻ ഉൾപ്പെടുത്തും. അപ്പോൾ ഇവിടെ കറണ്ട് അഫയേഴ്സും ഉണ്ട് കേട്ടോ, ഞാൻ എഴുതാൻ വിട്ടുപോയതാണ്. ഓക്കെ, കറണ്ട് അഫയേഴ്സും കൂടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്ന് പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം. ഇതാട്ടോ ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത് അറൈവൽ ഓഫ് യൂറോപ്യൻസ് ആണേ. അപ്പം ഞാൻ ഫസ്റ്റ് റാങ്ക് ഫയൽ തന്നെ നോക്കാമെന്ന് വിചാരിച്ചു. ഇത് നോക്കിയതിന് ശേഷം ബാക്കിയുള്ളത് നോക്കാമെന്ന് വിചാരിക്കുകയാണ്. ഇപ്പോൾ ഇതിൽ നോക്കുന്ന ടൈമിൽ ഒരു 10 പേജസ് ഉണ്ടെന്ന് തോന്നുന്നു. ഇതുണ്ടോ, ഇത്രയുണ്ട്. ഇത് ലക്ഷ്യയുടെ ഡിഗ്രി ലെവൽ റാങ്ക് ഫയലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് നോക്കിയിട്ട് സോർട്ട് ചെയ്തിട്ട് പഠിക്കാമെന്ന് വെച്ചിട്ടാണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമുള്ളത് മാത്രം എടുക്കാം, ബാക്കിയുള്ളതിന് ടെലിഗ്രാമും യൂട്യൂബും അതുപോലെ തന്നെ NCERT SCERT എടുക്കാമെന്നാണ് ഇപ്പോഴത്തെ പ്ലാൻ കേട്ടോ. അപ്പോൾ ഇതിൽ വന്നിട്ട് കണ്ടോ ഇത്രയുണ്ട്. ഒരു 10 പേജിൻ്റെ അടുത്ത് കുറഞ്ഞതുണ്ട്. 10 ഇല്ല, ഒരു 7 പേജ് എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിപ്പോൾ ജസ്റ്റ് ഇന്നൊന്ന് നോക്കിയതിന് ശേഷം പിന്നീട് നമ്മുടെ NCERTയിലോട്ട് പോകണം. എന്നിട്ട് SCERT നോക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ഇതിലൊക്കെ എല്ലാത്തിലും കൊടുത്തിട്ടുണ്ട് NCERT SCERT ബേസ്ഡ് ആണ്, ഫുള്ളി കവേർഡ് ആണെന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്നാലും നമുക്കൊരു സമാധാനം വേണ്ടേ. എനിക്കാണെങ്കിൽ ഒരു ടോപ്പിക് എടുത്ത് പഠിച്ചു കഴിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ടില്ല എന്നുള്ളത് എനിക്കിങ്ങനെ ഭയങ്കര ഇതാണ്. അപ്പം ഞാൻ വിചാരിച്ചു ശരി ഇത് നോക്കിയിട്ട് പഠിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം ഇതെടുക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. ഡിഗ്രി ലെവൽ ആയതുകൊണ്ട് തന്നെ ഞാനിത് നോക്കാമെന്ന് വിചാരിക്കുകയാണ്. കാരണം NCERT ഒക്കെ ഇതിൽ നല്ല രീതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് എനിക്ക് വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ളത് നോക്കാമെന്ന് വിചാരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ പദശുദ്ധി നോക്കണം മലയാളത്തിൻ്റെ. പിന്നെ വേണം കറണ്ട് അഫയേഴ്സും കാര്യങ്ങളും നോക്കാനായിട്ട്. അപ്പോൾ മലയാളം എന്ന് പറയുന്നത് PSCയിൽ എനിക്കൊരു സ്ട്രോങ് ഏരിയ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും മലയാളമാണെന്ന് പറയും കേട്ടോ. കാരണം ഒരു 10th ലെവൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ നമ്മുടെ എക്സാം എഴുതാൻ പോവുകയാണെങ്കിലും എനിക്ക് മലയാളത്തിൽ അങ്ങനത്തെ ഒരു മാർക്ക് അങ്ങനെ കുറഞ്ഞിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയും ഒരു 5-ന് മേലെ എനിക്ക് മാർക്ക് കിട്ടാറുണ്ട്. 6, 7 അതിന് മേലെ എപ്പോഴും കിട്ടാറുണ്ട്. ചില സമയങ്ങളിൽ 8, 9 വരെയൊക്കെ കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മലയാളം എനിക്കങ്ങനെ ഒരു പ്രശ്നമുള്ളൊരു
ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഇനി വേണ്ടത് നല്ല റിവിഷനാണ്. നല്ല റിവിഷനും നല്ല രീതിയിൽ പഠിച്ചത് തന്നെ ഒന്നുകൂടെ പഠിക്കുക എന്നുള്ളൊരു ഇതാണ് ഇനി വേണ്ടത്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ ഈ LDCക്ക് ശേഷമൊക്കെ ഗ്യാപ്പ് വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ പഠിക്കുന്നുണ്ട്, എന്നാലും ഒരു ഗ്യാപ്പുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ചെയ്യാനായിട്ട് പോകുന്നത് ഒന്നും പഠിച്ചിട്ടില്ല എന്നുള്ളൊരു ഭാവത്തിൽ ഒന്നിൽ നിന്ന് തുടങ്ങാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാ ടോപ്പിക്സും ഒന്നും ആദ്യം മുതൽ എടുത്ത് ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പഠിച്ചതാണല്ലോ, ഇത് വേണ്ട, ഇത് പഠിച്ചതാണ്, ഇത് വേണ്ട, ആ ഒരു ലെവലിൽ പോവാതെ എല്ലാം ആദ്യം മുതൽ 1 മുതൽ എല്ലാം പഠിക്കാനായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം അങ്ങനെ ആവുന്ന സമയത്ത് കുറച്ചുകൂടെ നന്നായിട്ട് നമുക്ക് പോകാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഇപ്പോഴും 10th സിലബസിൻ്റെ ആ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടില്ല കേട്ടോ. എടുക്കണമെന്ന് വിചാരിച്ചിട്ട് പോകാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ അതും കൂടെ എടുത്തു കഴിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഇങ്ങനെ നോട്ട് ചെയ്ത് റിവിഷനും എക്സാംസും പ്രീവിയസ് ക്വസ്റ്റ്യൻസും എല്ലാം ആയിട്ട് മെല്ലെ പോകാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ എന്നോട് ടൈം ടേബിൾ ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ സൗകര്യത്തിനനുസരിച്ച് ഉണ്ടാക്കുന്ന ഒരു ടൈം ടേബിളാണ്. അതായത് എനിക്ക് ഏതൊക്കെ ടൈമിൽ ഫ്രീ ടൈം ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഏതൊക്കെ ദിവസങ്ങളിൽ എനിക്ക് പഠിക്കാൻ പറ്റും, ഏതൊക്കെ ദിവസങ്ങളിൽ എനിക്ക് പഠിക്കാൻ പറ്റില്ല, ഓക്കെ, അങ്ങനെയുള്ളൊരു ഇതിൽ ഞാൻ ഉണ്ടാക്കുന്ന ഒരു ടൈം ടേബിളാണ്. അപ്പോൾ ആ ടൈം ടേബിൾ എങ്ങനെയാണ് നിങ്ങൾക്ക് വർക്കാവുക എന്നുള്ളത് എനിക്ക് വലിയ അത്ര നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ടൈം ടേബിൾ വേണ്ടതെന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ ഞാൻ ആ രീതിയിൽ സെറ്റ് ചെയ്ത് തരാനായിട്ട് ഞാൻ മാക്സിമം ശ്രമിക്കാം കേട്ടോ. എനിക്കിപ്പോൾ അത്രേ പറയാൻ പറ്റുള്ളൂ. കാരണം ഇത് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് പഠിക്കുന്ന ഒരു ടൈം ടേബിൾ അല്ലേ, അതെങ്ങനെയാണ് വേറൊരാൾക്ക് വർക്കാവുക എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുന്ന ഹെൽപ്പ് എന്ന് പറയുന്നത് NCERTയുടെ SARCയുടെ നോട്ട്സ് തരിക. അതുപോലെ നമ്മൾ തുടക്കം മുതലേ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നൊരു ചാനലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ടോപ്പിക് വൈസ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തരിക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ഇതുപോലുള്ള സ്റ്റഡി വ്ളോഗും അതുപോലെ സ്റ്റഡി തോട്ട്സ്, ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റ്സ് എന്താണ് അതൊക്കെ അറിയിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളാവുന്ന സമയത്ത് എനിക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റുമെന്ന് തോന്നുന്നുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ ടോപ്പിക്കിൻ്റെ കാര്യങ്ങൾ പറയാനായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ മാക്സിമം ഹെൽത്തൊക്കെ എല്ലാവരും നല്ല രീതിയിൽ തന്നെ നോക്കുക കേട്ടോ. ഊണും ഉറക്കവും ഉപേക്ഷിച്ചുള്ള പഠനമൊന്നും ഒരുപാട് വേണ്ട. കാരണം ഞാനതൊക്കെ LDCക്ക് ഒരുപാട് ചെയ്തതാണ്. കാരണം എന്താ അറിയുമോ, നമ്മൾ അത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ട് നമുക്കത് ഏതെങ്കിലും ഒരു വിധത്തിൽ നമുക്ക് കിട്ടാതെ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് നമ്മൾ ഡിപ്രസ്ഡ് ആയി പോകും. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് അങ്ങനെ നമ്മളുടെ ബോഡിയെ ടോർച്ചർ ചെയ്തുകൊണ്ടുള്ള പഠനം ഒരുപാട് വേണ്ട. ഓക്കെ, അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ഉറങ്ങുക, അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ ആക്ടിവിറ്റീസ് ഇടയ്ക്ക് ചെയ്യുക, ഫുൾ ടൈം ഇരുന്ന് പഠിക്കാതിരിക്കുക, നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലെയൊക്കെ ഒരു ബോട്ടിൽ മേടിക്കണമൊക്കെ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. ബോട്ടിലിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, വെള്ളം കൂടി എനിക്ക് ഭയങ്കര കമ്മിയാണ്. അപ്പോൾ ഞാൻ വെള്ളം കൂടി കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആക്കാനായിട്ട് ഇതുണ്ടോ, ഇതിലെന്ന് പറയുമ്പോൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ മീഷോയിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ബോട്ടിലാണ് ഇത്. 2 ലിറ്ററിൻ്റെയാണ്. അപ്പോൾ ഞാനിത് മേടിച്ചു. വെള്ളം കുടിക്കാം നല്ല രീതിയിലൊക്കെ ഞാൻ മേടിച്ചു. ബാക്കി സാധാ നോർമൽ വാട്ടർ ബോട്ടിൽ യൂസ് ചെയ്യുന്ന ടൈമിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡേ ഞാൻ 1.5 ബോട്ടിൽ വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്ന ഞാനിപ്പോൾ ഈ ഒരു ബോട്ടിൽ വെള്ളം തീർക്കണമെങ്കിൽ 2 ദിവസം എടുക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വെള്ളം ദാഹിക്കുന്ന സമയത്ത് ഒരു സിപ്പ് മാത്രമേ ഞാൻ എപ്പോഴും കുടിക്കുകയുള്ളൂ, അല്ലാതെ വെള്ളം കുടിക്കലില്ല. അപ്പോൾ 2 ദിവസം വേണം എനിക്ക് 2 ലിറ്റർ വെള്ളം കുടിക്കാൻ. സാധാരണ ആരോഗ്യവാനായിട്ടുള്ള ഒരു മനുഷ്യൻ ഒരു ദിവസം 8 ലിറ്റർ വെള്ളം കുടിക്കണം എന്നാണ് പറയുന്നത്. ഇവിടെ 2 ദിവസം വേണം ഈ ഒരു ബോട്ടിൽ കാലി ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിലൊക്കെ വെള്ളമൊക്കെ കുടിക്കുക, ഉറങ്ങുക, നന്നായിട്ട് ബോഡി നല്ല രീതിയിൽ അടിപൊളിയാക്കി വെക്കുക. ഓക്കെ, അസുഖങ്ങളൊന്നും അധികം വരുത്താതിരിക്കുക. കാരണം നമ്മൾ ചിലപ്പോൾ ഇപ്പോഴൊക്കെ ചെയ്യുന്നതിൻ്റെ എഫക്റ്റ് ചിലപ്പോൾ വരാൻ പോകുന്നത് നമ്മുടെ എക്സാമിൻ്റെ സമയത്തൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ട് പോവുക കേട്ടോ ഹെൽത്തൊക്കെ. പഠിക്കാനുള്ള മടുപ്പ് വരുമ്പോഴും അല്ലെങ്കിൽ പഠനം കുറച്ചുകൂടെ പുറകോട്ടാണെന്ന് തോന്നുമ്പോഴൊക്കെ ഞാൻ എന്താ ചെയ്യാന്നറിയോ, ഈ നമ്മളെ എന്താ പറയുക, ഈ സക്സസ്ഫുൾ സ്റ്റോറീസ് മോട്ടിവേഷനൊന്നും അധികം എല്ലാവരുടെ അല്ല പറയുന്നത്. എന്നാലും മിക്ക ആളുകളും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ സപ്പോർട്ട് ചെയ്തിട്ട് പറയുന്നവരാണ്. പക്ഷേ ഈ ജെന്യുവനായിട്ട് സംസാരിക്കുന്ന ചില ഇൻ്റർവ്യൂകളും ഉണ്ടാവും. അപ്പോൾ അവരുടെയൊക്കെ ഇത് കേൾക്കുന്ന ടൈമിലുണ്ടല്ലോ, ഈ ഷോർട്ട് വീഡിയോസ് ആയിട്ടൊക്കെ നമുക്കിങ്ങനെ യൂട്യൂബിൽ അവൈലബിൾ ആവുമല്ലോ. അപ്പോൾ ഞാനിങ്ങനെ അതിങ്ങനെ കേൾക്കുന്ന സമയത്ത് അവരിങ്ങനെ പറയും, നമ്മൾ ഉറങ്ങുമ്പോൾ പലരും ഉണർന്നിരിക്കുകയാണ്, നമ്മുടെ വിചാരം ആരും പഠിക്കുന്നില്ല എന്നാണ്. പക്ഷെ അങ്ങനെയല്ല, ഒരുപാട് പേര് ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുന്നുണ്ട്. ഉറക്കമില്ല, ഊണില്ലാതെ ഒരുപാട് കഷ്ടപ്പാട് നിറഞ്ഞ ആൾക്കാരാണ് പൊതുവെ ഈ ഒരു ഏരിയയിൽ നല്ല രീതിയിലായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ കുഞ്ഞുങ്ങളുമായിട്ടിരിക്കുന്നവർ, അല്ലെങ്കിൽ ഡിവോഴ്സ്ഡ് ആയിട്ടുള്ളവർ, അങ്ങനെ ഒരുപാട് കഷ്ടപ്പാട് അനുഭവിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അവരാണ് ഇതിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിട്ട് പോകുന്നത്. വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല, എന്നാലൊരു ജോലിയുടെ വലിയതായിട്ടൊരു ആവശ്യമില്ലാത്ത കുറേ ആളുകളുണ്ടാവും എന്നെപ്പോലുള്ളവർ. അപ്പോൾ നമ്മളൊക്കെയാണ് ഈ ഉഴപ്പുന്ന ആൾക്കാർ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു മോട്ടിവേഷനേക്കാളും കൂടുതൽ നമുക്ക് വേണ്ടത് ഡിസിപ്ലിനും ഒരു കൺസിസ്റ്റൻസിയാണ്. ഒരു കാര്യം തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ അതേ രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാനും അവസാനിപ്പിക്കാനും വേണ്ട ഒരു സ്ട്രെങ്ത്ത് നമുക്ക് ഉണ്ടാവണം. അപ്പം നിങ്ങൾ ഒരു പഠനം ഇനി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്ന ടൈമിൽ നിങ്ങളെക്കൊണ്ട് 100% അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ മാത്രം
മാത്രം നിങ്ങളതിലോട്ട് ഇറങ്ങുക. ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ പകുതിക്ക് വെച്ചിട്ട് ഇട്ടിട്ട് പോകാനാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യാതിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് കേട്ടോ. കാരണം നമുക്കിനി വരാനായിട്ട് പോകുന്നത് അത്രയും നല്ല അവസരങ്ങളാണ്. കാരണം ഈ കമ്പനി ബോർഡാണെങ്കിലും ശരി, LGS കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് ആണെങ്കിലും ഒക്കെ ശരി, നന്നായി നിയമനങ്ങൾ നടക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്കിനി വരാനായിട്ട് പോകുന്നത്. VFA ആണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാതെ നിയമനങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ ബെവ്കോ ഒക്കെയാണ് നിയമനം കുറവായിട്ടുള്ളത്. അപ്പോൾ നമ്മളത് വലിയ കാര്യമായിട്ട് നോക്കേണ്ട കാര്യമില്ല. എന്നാൽ കൂടെ നല്ല രീതിയിൽ എല്ലാം പഠിച്ച് മുന്നോട്ട് പോകാനായിട്ട് തന്നെ നല്ല രീതിയിൽ ശ്രമിക്കുക കേട്ടോ. ഉഴപ്പാതിരിക്കാനായിട്ട് നോക്കുക. കിട്ടുന്ന ടൈം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് നോക്കുക. ഇതുപോലെ നോട്ട്സ് വേണമെന്ന് ചോദിച്ചിട്ട് ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലിങ്ങനെ ഞാനിങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു NCERTയുടെ നോട്ട്സ് നിങ്ങൾക്ക് വേണമെന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒരുപാട് പേര് വേണം 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 എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഇഷ്ടം പോലെ മെസ്സേജുകൾ വന്നിട്ടുണ്ടായിരുന്നു, NCERTയുടെ നോട്ട് ഇടണേ മിസ്സേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാനിങ്ങനെ നിങ്ങൾ ശരി ഓക്കെ റിക്വസ്റ്റ് അല്ലേ എന്ന് കേട്ടിട്ട് ഞാനിങ്ങനെ NCERTയുടെ നോട്ട്സ് ഇട്ടു കേട്ടോ. ഏതാണെന്ന് വെച്ചാൽ ഭൂമിശാസ്ത്രം ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പൊളിറ്റിക്കൽ സയൻസ് ഇല്ലേ, നമ്മുടെ ഭരണഘടന വരുന്നത്. അപ്പോൾ ഇപ്പോൾ കംപ്ലീറ്റ് ഭരണഘടനയും നമ്മുടെ NCERT എന്നാണല്ലോ. അപ്പോൾ അതൊക്കെ ഞാൻ നോക്കിയിട്ട് ഞാൻ നോട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്ന സമയത്ത് ഭയങ്കര ആവേശമായിരുന്നു എല്ലാവർക്കും. പക്ഷേ ഇട്ട് കഴിഞ്ഞപ്പോൾ വ്യൂസ് കണ്ടോ, നിങ്ങൾക്ക് ഈ അറ്റത്ത് കാണുന്നുണ്ടോ, 96 വ്യൂസ്, അതുപോലെ തന്നെ 101 വ്യൂസ്. അപ്പം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വായിച്ച് നോട്ട്സ് ഉണ്ടാക്കി അതിന് നോക്കി പിന്നെ അതിന് സൗണ്ട് കൊടുത്ത് റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഇടുന്ന സമയത്ത് ഇതിന് ഇത്രയും വ്യൂസ് മാത്രമേ വരുന്നുള്ളൂ. അപ്പം എനിക്കത് ഭയങ്കര സങ്കടമായി. കാരണം ഇത്രയും ബുദ്ധിമുട്ടിയിട്ട് നമ്മൾ ഇട്ടിട്ട് നമുക്ക് അതിൻ്റെ ഒരു ഇത് കിട്ടുന്നില്ലല്ലോ എന്ന് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അങ്ങനെ ഞാനത് NCERT ചെയ്യൽ ഞാൻ നിർത്തി. അപ്പോൾ എന്തായാലും ഞാൻ ചെയ്യും, കാരണം എനിക്ക് നോട്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഇത്രയും ബുദ്ധിമുട്ട് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനത് അങ്ങനെ നിർത്തി കേട്ടോ. അപ്പോൾ പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഈ സെയിം ഇനിയിപ്പോൾ ഇതിൻ്റെ നോട്ട്സ് വേണമെന്ന് പറഞ്ഞാൽ ഇത്രയും പേര് കമൻറ്റ് ഇട്ടിട്ട് നമ്മളതിന് ഇടുന്ന സമയത്ത് അത് ആക്ച്വലി മുഴുവൻ കാണുന്ന പോലും ഇല്ല ആരും. അപ്പോൾ അത് ഭയങ്കര സങ്കടമായി. കാരണം ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടല്ലേ നമ്മൾ ഇടുന്നത്. എനിക്ക് ആക്ച്വലി വ്ളോഗ് എടുക്കുന്നതാണ് കുറച്ചുകൂടെ ഈസി. കാരണം ഇതെന്ന് പറയുമ്പോൾ ടൈപ്പ് ചെയ്യണം, വായിക്കണം, പിന്നീട് അത് എഡിറ്റ് ചെയ്യണം, അതിന് വോയിസ് കൊടുക്കണം, പിന്നീട് ഒരുപാടുണ്ട്. ഇതുപോലുള്ള നോട്ട്സ് നിങ്ങൾക്ക് PDF അല്ല, ഈ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ശരി, നമ്മുടെ ഈ ബാക്കിയുള്ള ഈ നോട്ട്സ് ആണെങ്കിലും ഇത് തരണം എന്നുണ്ടെങ്കിൽ നല്ല ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തിട്ട് എനിക്ക് അതിൻ്റെ ഒരു ഇതും കിട്ടിയില്ല. അപ്പോൾ എനിക്കത് ഭയങ്കര വിഷമമായി. അങ്ങനെ ഞാനത് നിർത്തി. സെയിം തന്നെയായിരുന്നു SCERTയിലും. എന്തായിരുന്നു നമ്മുടെ പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഒക്കെ ഒരു 100 വ്യൂസ് അത്രയൊക്കെ വരുന്നുണ്ടായിരുന്നുള്ളൂ. ഇതുണ്ടോ NCERTയുടെ പ്ലേലിസ്റ്റൊക്കെ നോക്കൂ. അതിപ്പോൾ ഇന്നാണ് ഞാൻ ഉണ്ടാക്കിയത്, അതുകൊണ്ടായിരിക്കാം ഒരു വ്യൂ ആണ്. പിന്നെ നമ്മുടെ SCERT ഇംഗ്ലീഷ് എന്നൊക്കെ പറയുന്നത് 68 വ്യൂസ് മാത്രമേ വന്നിട്ടുള്ളൂ SCERTയുടെ വന്നിട്ട്. അതുപോലെ വേറെന്താ, നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇത് പിന്നെയും കുഴപ്പമില്ല, 492 വന്നിട്ടുണ്ട്. പ്ലേലിസ്റ്റിലുണ്ട് 51 പേപ്പർ, 51ഓളം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട് കേട്ടോ. നമ്മുടെ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ടോപ്പിക് വൈസ് ഒക്കെ ഒരുപാടുണ്ട്. വേണ്ടവരൊന്ന് കയറി ചെക്ക് ചെയ്യുക. പിന്നെ SCERTയുടെ മലയാളം സീരീസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 340 ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഇത്രയും വ്യൂസേ വരുന്നുള്ളൂ. അറ്റ് ദ സെയിം ടൈം ഞാൻ ഈ വ്ളോഗ്സ് ഒക്കെ ഇടുന്ന സമയത്ത് എനിക്ക് കുറച്ചുകൂടെ കുഴപ്പമില്ലാന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊരു മടുപ്പല്ലേ, നമ്മൾ എടുക്കുന്ന എഫേർട്ടിന് നമുക്ക് അതിനനുസരിച്ച് കിട്ടുന്നില്ല എന്ന് തോന്നുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ഇഷ്യൂ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്നാലും കുഴപ്പമില്ല കേട്ടോ, ഞാൻ ചെയ്തു തരാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ പഠിക്കുകയാണെങ്കിലോ, നമ്മൾ വെറുതെ എല്ലാവരെയും നോക്കിയിട്ട് നമ്മൾ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ ആയിക്കോട്ടെ, ഞാൻ എന്തായാലും ചെയ്തു തരാം. പക്ഷേ ടൈം എടുക്കും, ഒരുപാടൊന്നും വേഗത്തിലൊന്നും ചെയ്യൽ നടക്കില്ല. എനിക്ക് പഠിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പഠിക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾക്കും ചെയ്തു തരാനായിട്ട് ഞാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നോട്ട്സ് ഇടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും പഠിക്കുക. ആവശ്യമുള്ള ആൾക്കാർക്ക് മാക്സിമം സെൻഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇന്ന് ചെറുതായിട്ട് സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. 1-ാം തീയതി ആയതുകൊണ്ട് നമുക്കൊരു ഓർമ്മ കിട്ടില്ലേ, നമ്മൾ ഏത് ദിവസമാണ് സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്തതെന്നുള്ളത് ഓർമ്മ കിട്ടും. പറ്റുകയാണെങ്കിൽ ഒരു ടൈമർ മേടിക്കുക, അല്ലെങ്കിൽ ഫോണിൽ തന്നെ ഒരു ടൈമർ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. ഒരു ടോപ്പിക് എടുത്ത് പഠിക്കുന്ന സമയത്ത് ടൈമർ ഓണാക്കി വെക്കുക. ആ ഒരു ടോപ്പിക്ക് പഠിച്ച് തീരാനായിട്ട് എത്ര ടൈം എടുക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് നോക്കാനായിട്ട് പറ്റും. അങ്ങനെ ഒരു ദിവസം കഴിയുന്ന ടൈമിൽ ടോട്ടൽ എത്ര സമയം നമ്മൾ പഠിച്ചു എന്നുള്ളത് ഓരോ ദിവസവും കാൽക്കുലേറ്റ് ചെയ്തിട്ട് എഴുതി വെക്കുക. അപ്പോൾ നമ്മൾ ഏത് ദിവസമാണ് നമ്മൾ പഠിക്കാതിരുന്നതെന്നൊക്കെ നമുക്ക് കൂടുതൽ മനസ്സിലാവുമല്ലോ. അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ പിന്നെ ചെയ്തു തരാം കേട്ടോ. ചിലപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായി എന്നുള്ളത് വരില്ല. അപ്പോൾ ഞാൻ ടൈം ടേബിളിൻ്റെ കാര്യം എനിക്ക് പറയാനുള്ളത്, ഞാൻ വേണമെങ്കിൽ ചെയ്തു തരാം. പക്ഷേ നിങ്ങളുടെ ടൈമിനനുസരിച്ചും നിങ്ങളുടെ സാഹചര്യത്തിനനുസരിച്ചും ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുന്നതായിരിക്കും നിങ്ങൾക്ക് കൂടുതലും നല്ലത്. ഓക്കെ, ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണ്. കാരണം ഞാൻ എൻ്റെ സൗകര്യത്തിനനുസരിച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു ടൈം ടേബിളാണ്. എൻ്റെ ടൈം ടേബിൾ വേറൊരാൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനീ പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇട്ട് തരാം. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ പറയാനുള്ളൂ കേട്ടോ. വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ ഒരു ദിവസം കാണാം.